വെൽക്കം ടു ആദിഭോഗ്. ഇന്നത്തെ റെസിപ്പി തേങ്ങാച്ചോറ്. ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാച്ചോറാണ്. തേങ്ങാച്ചോറ് അറിയാത്തവരാരും ഉണ്ടാവില്ല. അറിയാത്തവർക്ക് ഇത് വലിയ ഉപകാരപ്പെടും. ഈ ഒരു പാത്രത്തിലാണ് അരി എടുത്തേക്കുന്നത്. ഏത് പാത്രത്തിലാണ് നമ്മൾ അരി എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ 3 ഇരട്ടി വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. 1 കപ്പ് അരിയാണെന്നുണ്ടെങ്കിൽ 3 കപ്പ് വെള്ളം. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. വളരെ സിമ്പിളാണ്, ഒരു പണിയും ഇല്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ തേങ്ങ 2 തേങ്ങയാണ് ഞാൻ ചിരകിക്കുന്നത്, പിന്നെ ഉലുവ, പിന്നെ ഉപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യമുള്ളത്. അപ്പോൾ എത്ര അരിയാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ 3 ഇരട്ടി കപ്പിന് നമ്മൾ വെള്ളം എടുക്കണം. പിന്നെ തേങ്ങ ചിരണ്ടിയത് കൂടുതലുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ഇത് നമുക്ക് ഒരു 30ഓളം ചെറിയ ഉള്ളി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എത്ര വെച്ചാൽ ഉള്ളി നിങ്ങൾക്ക് ചോറിനനുസരിച്ച് ഇടാവുന്നതാണ്. പിന്നെ ഇത് കുറച്ച് ഉലുവയാണ്. ഇനി ഇതിക്ക് വേണ്ടത് കുറച്ച് ഉലുവയാണ്. ഇത്ര മതി നമുക്ക്. ഇതുള്ളൂ ആവശ്യം. ഇനി നല്ല പോലെ കഴുകിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉലുവ ഇട്ടിട്ട് വേണം അരി കഴുകിയെടുക്കാൻ. അപ്പോൾ എല്ലായിടത്തും എത്തുന്നതാണ്. കഴുകിയിട്ട് വരാം. ഉലുവ ഇട്ടിട്ട് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിക്ക് നമുക്ക് തേങ്ങ ചിരണ്ടിയത് ഇടാം. ചിരകി വെച്ച തേങ്ങ ഇതിക്ക് ചേർക്കണം. വലിയ പാത്രത്തിൽ ഇടാൻ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ചെറിയ പാത്രത്തിലായതുകൊണ്ട് പാത്രം മാറ്റി. ഇനി ഇതിക്ക് ചെറുതായിട്ട് നുറുക്കിയ ചെറിയ ഉള്ളി ഇട്ടു. നന്നായി ചേർക്കണം. എൻ്റെ കയ്യിലൊരു ഫോണായതുകൊണ്ട് ഇതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ 2 കൈ കൊണ്ട് ഇട്ട് നന്നായി ഇളക്കണം. ഇതിൻ്റെ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഉലുവയും ചെറിയ ഉള്ളിയും തേങ്ങയിട്ട് നന്നായി ചുരട്ടി എടുക്കണം. എന്നാൽ നല്ല പോലെ ടേസ്റ്റ് കിട്ടുന്നതാണ് പറയുന്നത്. ഞങ്ങൾ നന്നായിട്ട് അടക്കിയിട്ടുണ്ട്. അങ്ങനെ നല്ല പോലെ ചിരടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിക്ക് നമ്മളെടുത്ത അരിൻ്റെ 3 ഇരട്ടി വെള്ളം ചേർത്ത് പാരും. എത്ര കപ്പ് അരി എടുത്ത് കഴിച്ചാൽ അതിൻ്റെ 3 കപ്പ് വെള്ളം പാരണം. ഒരു 3 കപ്പ് വെള്ളം പാരണം. 1 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അരിൻ്റെ വെള്ളം ആവണം നമ്മളെ വെള്ളം ഒഴിക്കുന്നത്. അങ്ങനെ 3 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നാടൻ രീതിക്കാണ് ഇടുന്നത്. അടി പിടിക്കുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ അടുപ്പത്താണ് വെക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നാടൻ രീതിക്കാണ് ആക്കുന്നത്. എനിക്ക് 2 കൈ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കയ്യിൽ ഫോൺ ആയിട്ട്. അപ്പോൾ എൻ്റെ ഒരു തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇടയ്ക്കിടയ്ക്ക് വന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ലോണം ശ്രദ്ധിക്കണം. നല്ലോണം വെള്ളം വറ്റി വെന്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അടി പിടിക്കുന്നത് നല്ലോണം ശ്രദ്ധിക്കുക. അങ്ങനെ തേങ്ങാച്ചോറ് റെഡിയായി. എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതിക്ക് നല്ല ബീഫ് കറി പപ്പടും ആയ സംഭവം അടിപൊളി. ഈ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.